മുട്ട് തേയ്മാനത്തിനെക്കുറിച്ചുള്ള സർജിക്കൽ ഓപ്ഷൻസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആദ്യമായി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന TKR എന്ന് വെച്ചാൽ ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ്. അത് ഒരു പ്രായസംബന്ധമായ തേയ്മാനത്തിലും അല്ലെങ്കിൽ റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, സോറിയാറ്റിക് ആർത്രൈറ്റിസിലൊക്കെയാണ് നമ്മളത് ഓപ്റ്റ് ചെയ്യുന്നത്. 65 വയസ്സിന് മുകളിലുള്ള ആൾക്കാരിലാണ് പൊതുവേ നമ്മൾ TKR ഒരു ഓപ്ഷനായിട്ട് എടുക്കുന്നത്. ആ പ്രായത്തിൽ താഴ്ന്ന ആൾക്കാരിൽ നമ്മൾ ഹൈ ടിബിയൽ ഓസ്റ്റിയോട്ടമി ഒരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ യൂണി കമ്പാർട്ട്മെൻറ്റൽ ആർത്രോപ്ലാസ്റ്റി മറ്റൊരു ഓപ്ഷനാണ്. അതൊരു റിലേറ്റീവ്ലി പുതിയ സർജറിയാണ്. എന്നാലും മുട്ടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം അഥവാ കമ്പാർട്ട്മെൻറ്റിൽ മാത്രം തേയ്മാനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓപ്റ്റ് ചെയ്യുന്ന 2 സർജറികളിലൊന്നാണിത്. ഒന്ന് ഹൈ ടിബിയൽ ഓസ്റ്റിയോട്ടമി ഞാൻ പറഞ്ഞു, അതേപോലെ തന്നെ യൂണി കമ്പാർട്ട്മെൻറ്റൽ ആർത്രോപ്ലാസ്റ്റി. ഇതിന് പുറമെ സർജറി ഒട്ടും താല്പര്യമില്ലാത്തൊരവസ്ഥയോ അല്ലെങ്കിൽ സർജറി ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യവും വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നൊരു പ്രൊസീജിയറാണ് ആർത്രോസ്കോപ്പിക് ഡിബ്രൈഡ്മെൻറ്റ്. എന്ന് വെച്ചാൽ മുട്ടിൻ്റെ ഉള്ളിൽ കുറച്ചൊന്ന് വൃത്തിയാക്കിയെടുത്ത് അത് അവിടെ തന്നെ നമുക്ക് TRP ഇഞ്ചക്ഷൻസ് ഒക്കെ കൊടുക്കാനുള്ളൊരു ഓപ്ഷനുണ്ട്. ഏത് ശസ്ത്രക്രിയയും നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നതുണ്ടെങ്കിലും അത് പേഷ്യൻറ്റിന് പല കണ്ടീഷൻസും അവരുടെ പ്രായത്തിനെയും വിലയിരുത്തിക്കൊണ്ടായിരിക്കും നമ്മൾ ആ തീരുമാനത്തിലേക്ക് എത്തുന്നത്. താങ്ക് യു.